ഇപ്പൊ കൈസ് അപ്പൊ നമ്മൾ 6 മണിക്ക് തന്നെ എണീച്ചു കൊണ്ടു രാവിലെ എല്ലാവരും കൂടി പന്തളിച്ചാൻ പോകുന്നുണ്ട് കൈസ്. അപ്പൊ നമ്മളെ വിളിച്ചുകൊണ്ട് നമ്മള് പ്രോ പ്ലെയർ അല്ലേ പണ്ടേ. ഇതോട്ടൊന്നും ഞാൻ തളരൂല ഗൈസ്. ഇതിലേറെ വലിയ ബൂട്ടേറ്റ് കളിച്ചോനാണ് ഞാൻ. നിങ്ങളിപ്പോ ഈ കാണുന്ന ഞങ്ങളെ നാട്ടിലത്തെ വലിയ ഗോട്ടാളാണ് ഗൈസ്. നമ്മളെ ഗ്രൗണ്ടിൽ എത്തിയപ്പോഴെ ഗൈസ് ഒരു സംഭവം കാണും. എന്താന്നല്ലേ ഗൈസ്, നമ്മളെ ഗ്രൗണ്ടിലൊക്കെ മെസ്സിയൊക്കെ ഒന്ന് പന്തളിക്കുന്നു. നിങ്ങൾ ഈ കാണുന്ന ഗ്രൗണ്ടിൽ തന്നെ ഗൈസ് മെസ്സി ഒന്ന് പന്തളിച്ചിക്കണേ. നേരം വെളുത്തോണ്ട് ഒന്നും കാണില്ല. ഇവൻ ഞങ്ങൾ ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഒലിവർ ഖാനാണ്. 2.5 ലക്ഷം കൊടുത്ത് വാങ്ങിയ ഒലിവർ ഖാനും അതിലാടാൻ പോലും മര്യാദ കേൾക്കില്ല ഗൈസ്. എന്താ ഇപ്പൊ അവനൊക്കെ പറയും. അങ്ങനെ കളി കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കുടുംബശ്രീ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നു ഇവിടെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോ നമ്മൾ നേരെ ഇറങ്ങി ഗൈസ്. എങ്ങട്ടാ നല്ല ഗൈസ് ഒക്കെ പറഞ്ഞുതരാൻ. അപ്പൊ എന്റെ താത്താനപ്പാണ് ഇരുന്നിക്കണം. ഓൾക്കാണി വണ്ടി ഓടിച്ചാനും വെക്കില്ല. എന്തൊക്കെ കുണ്ടുള്ളടത്തോടി മാത്രം അടുക്കണം. എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയും. എന്റെ ഫോണിന്റെ സ്ക്രീൻ കാർഡൊന്നും മാറ്റാൻ വേണ്ടി വന്നേ ഗൈസ്. അങ്ങനെ അതൊക്കെ മാറ്റി ഉഷാറായിക്കണം. അങ്ങനെ പോണേക്ക് ഒരു ഷവർമ്മ കടയിൽ നിർത്തി. ഈ പട്ടിക്കണി വേറെ എവിടെയും കിടക്കാൻ തോന്നിയില്ല ഗൈസ്. ഗ്യാസ് കുറ്റിന്റെ അടുത്ത് തന്നെ ഒന്ന് കിടക്കണം. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ പെരീക്ക് പോയി. അപ്പൊ